സിപിഐയുടെ അധ്യാപക സംഘടനയായ AKSTUവിന്റെ ഡയറിയിൽ ഭാരതത്തിന്റെ ഭാഗമായ കശ്മീർ പാകിസ്ഥാന്റെ ഭൂപടത്തിൽ ഭാരതത്തിന്റെ സംസ്ഥാനങ്ങളെ രേഖപ്പെടുത്തുന്ന ഭൂപടത്തിലാണ് കശ്മീർ പാകിസ്ഥാന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിവരങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, CPIയുടെ അധ്യാപക സംഘടനയുടെ ദേശവിരുദ്ധതയാണ് ചർച്ചയാകുന്നത്. എന്താണ് നമുക്ക് ഈ ഒരു ഡയറിയിൽ നിന്ന് പ്രാഥമികമായി നമുക്ക് മനസ്സിലാകുന്നത്? ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ഈ AKSTU എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകുന്നുണ്ടോ? മറ്റു വിവരങ്ങൾ നിലവിൽ CPIയുടെ ഭാഗത്ത് അല്ലെങ്കിൽ CPMന്റെ ഭാഗത്ത് ഇന്ത്യയിലാകമാനം തന്നെ ഇടത് സംഘടനകൾ പൊതുവെ ദേശവിരുദ്ധത പൊതുവെ പറയുന്നവരാണ്. പക്ഷേ അത് ഒരുപക്ഷെ അധ്യാപക സംഘടനയുടെ ഭാഗമായി പോലും അത്തരത്തിലുള്ളൊരു പ്രചരണം ദേശവിരുദ്ധത സജീവമായി തന്നെ CPI ഇന്ത്യയിൽ നടത്തുന്നു. അതിൻ്റെ ഭാഗം തന്നെയാണ് കേരള ടീച്ചേഴ്സ് യൂണിയൻ്റെ ഡയറിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. CPIയുടെ അധ്യാപക സംഘടനയായ കേരള ടീച്ചേഴ്സ് യൂണിയൻ്റെ ഡയറിയിലാണ് കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമല്ല, അല്ലാതെ അത് കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമായ ഒരു ഡയറിയാണ് പുതുതായി 2026 ഇപ്പോൾ ടീച്ചേഴ്സ് യൂണിയൻ അച്ചടിച്ചിറക്കിയിരിക്കുന്ന ഈ ഒരു ഡയറിയിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിനെതിരെ, ഈ ഒരു ദേശവിരുദ്ധതയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ട് തന്നെ ഈ സ്ഥിതിയിലാണ് ഇന്ത്യയുടെ ഭൂപടം വരേണ്ടത് എന്ന നിലപാടാണ് ഇപ്പോൾ അധ്യാപക സംഘടനയുടെ ഈ കേരള ടീച്ചേഴ്സ് യൂണിയന്റെ ഭാരവാഹികളായ ചിലർ എടുത്തിരിക്കുന്ന തീരുമാനം. പ്രത്യേകിച്ച് കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ തലയാണ്. ആ തലയെ വെട്ടിമുറിച്ച് മാറ്റിക്കൊണ്ട് അത് പാകിസ്ഥാന്റെ ഭാഗമാണ്. ഏത് തരത്തിലാണോ ഒരു ദേശവിരുദ്ധ ശക്തി ഏത് തരത്തിലാണോ ഇന്ത്യയെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അതിന് സമാനമായ ഒരു വിഘടനവാദം തന്നെയാണ് CPIയുടെ അധ്യാപക സംഘടന തുടങ്ങി വച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് മുന്നേയും അറിയാം, ഇത്തരത്തിൽ ഇടതുപക്ഷ സംഘടനകൾ സജീവമായി തന്നെ ദേശവിരുദ്ധത വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ഭൂപടങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ അത് കാശ്മീരിനെ ഒഴിവാക്കിക്കൊണ്ട് കാശ്മീർ പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഭാഗമാക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണം സംസ്ഥാനത്ത് ഇടതുപക്ഷ സംഘടനകൾ, DYFI അടക്കമുള്ള യുവജന സംഘടനകൾ, ഇടതുപക്ഷത്തിൻ്റെ എല്ലാ യുവജന സംഘടനകൾ അത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നുണ്ട്. അതിന് സമാനമായ പ്രചരണം തന്നെയാണ് ഈ അധ്യാപക സംഘടന ഇപ്പോൾ നടത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനെതിരെ വലിയ പ്രതിഷേധമുയർന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വിദ്യ അഭ്യസിച്ച് നൽകാനുള്ള ചരിത്രത്തെ കൃത്യമായി പഠിപ്പിക്കേണ്ട അധ്യാപകർ തന്നെയാണ് ഇത്തരത്തിൽ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് കടന്നിരിക്കുന്നത്. അത് ബോധപൂർവം നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല, അത് പാകിസ്ഥാന്റെ ഭാഗമാണെന്ന് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന നമ്മുടെ മക്കളെ പോലും അത്തരത്തിൽ പഠിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു അധ്യാപക സംഘടനയാണ് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതാണ് നമുക്ക് ഏറ്റവും വിരോധാഭാസമായി കണക്കാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നിലവിൽ ഈ ഒരു കാശ്മീരിനെ ഈ ഒരു ഭൂപടത്തിൽ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗമാക്കിയതിനെതിരെ മറ്റു വിവിധ അധ്യാപക സംഘടനകൾ, NTU അടക്കമുള്ള അധ്യാപക സംഘടനകൾ ഇപ്പോൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ ഒരു ഡയറി പിൻവലിക്കാൻ ഇതുവരെ കേരള ടീച്ചേഴ്സ് യൂണിയൻ തയ്യാറായിട്ടില്ല. വിനീഷ്, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി വിനീഷിന്റെ ശ്രദ്ധയിലേക്ക്. ഒന്ന്, ഈ ഉത്തരാഖണ്ഡ് എന്നുള്ളൊരു സംസ്ഥാനം തന്നെ ഈ മാപ്പിലില്ല. പിന്നെ ഒരു വെസ്റ്റ് ബംഗാളേർ ഉണ്ട്. പാകിസ്ഥാൻ OST ബംഗ്ലാദേശ് ഉണ്ടായതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അവിടെ ഇവർക്കിപ്പോഴും പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് ടെറിട്ടറിയോ മറ്റോ ആണ്. എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. അതുപോലെ തന്നെ തമിഴ്നാട് CPIയുടെ ഈ അധ്യാപക സംഘടനയുടെ മാപ്പിൽ ഇപ്പോഴും മദ്രാസ് ആണ്. അപ്പോൾ ഇത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രം, കാലഹരണപ്പെട്ട ഭൂപടം, കാലഹരണപ്പെട്ട ചിന്താഗതി, എവിടെയൊക്കെയോ പോയി നിൽക്കുന്ന ആശയങ്ങളും ഭൂപടങ്ങളും. ബിനീഷ്, തുടരാം. തീർച്ചയായിട്ടും പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഭൂപടം ഒരു പൂർണ്ണതയില്ലാത്ത ഇന്ത്യയുടെ ഭൂപടം എന്ന് തന്നെയാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളം കഴിഞ്ഞാൽ തമിഴ്നാട്, അതിനെ പഴയ മദ്രാസ് എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ വിവിധ പുതിയ സ്റ്റേറ്റുകളെ സംബന്ധിച്ച് ഈ ഭൂപടത്തിൽ പ്രതിപാദിക്കുന്നില്ല. അങ്ങനെ ഒരു അപൂർണമായ ഇന്ത്യയുടെ ഭൂപടത്തെ കുട്ടികൾക്കിടയിൽ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ അധ്യാപകർ
അധ്യാപകർക്കിടയിൽ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉത്തമ ബോധത്തോടു കൂടി ദേശവിരുദ്ധത വിളിച്ചു പറയുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ഡയറി പുറത്തിറക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് പ്രത്യേകിച്ച് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൂക്ഷ്മതയോടുകൂടി വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ട ചരിത്രം പഠിപ്പിക്കേണ്ട അധ്യാപകർ തന്നെയാണ് ഈ AKPCTയുടെ ഭാഗമായുള്ള ചിലർ അധ്യാപകരെങ്കിലും. അവർ പോലും ഇതിനെ പിന്തള്ളിക്കൊണ്ട് ദേശവിരുദ്ധത വിളിച്ചു തരത്തുന്ന തരത്തിൽ ഇന്ത്യയുടെ ഒരു അപൂർണമായ ഒരു ഭൂപടം പൂർണ്ണമായും ഈ ഒരു പ്രചരിപ്പിച്ചിരിക്കുന്നു. ഇതിനെതിരെ നിയമപരമായി തന്നെ കേസെടുക്കാവുന്നതാണ്. ആ കേസിലേക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ നിയമപരമായി നേരിടാൻ തയ്യാറാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ NTU ഇതിനെതിരെ ദേശീയ അധ്യാപക പരിഷത്ത് ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധവുമായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വിനീഷാണ് ഈ AKSTUവിൻ്റെ വിചിത്രമായ മാപ്പുമായി ചേർന്നത്.